പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ 14ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഹാജിമാരൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പലരും മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പലരും നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ജൂൺ 1 നമ്മുടെ മക്കളിൽ പലരും അൽഹംദുലില്ലാഹ് സ്കൂളുകളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. ചില സ്കൂളുകളൊക്കെ വരുന്ന ദിവസങ്ങളിലാണ് പ്രവേശനോത്സവമൊക്കെ നടക്കുക, തുറക്കുക. എന്തുമാവട്ടെ, നമ്മുടെ മക്കൾ നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ മക്കളെ വളർത്തുക, അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്നത്. പക്ഷേ പല രക്ഷിതാക്കളും പറയുന്നുണ്ട് മക്കളുടെ സ്വഭാവം മോശമാണ്, അവർക്ക് നല്ല പഠനം കിട്ടുന്നില്ല, ഓർമ്മശക്തിയില്ല, പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല, മറന്നുപോവുകയാണ്. അങ്ങനെ ഒരുപാട് പരാതികൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മളുടെ മക്കളിൽ ആർക്കും ഒരു തരത്തിലുള്ള മറവിയും ഉണ്ടാവാൻ പാടില്ല. എല്ലാ മക്കളും എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം കിട്ടണം. അതിന് നമുക്ക് നമ്മുടെ മക്കൾ പഠിക്കേണ്ട രൂപത്തിലൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണ്. ഒരു 3 കാര്യം, ഒരു അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ, അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, അതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ. ഈ 3 കാര്യം മതി ഇൻഷാ അല്ലാഹ് 41 ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. വലിയ മാറ്റം ഉണ്ടാകും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. അവസാനം വരെ കാണാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, വാപ്പമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് എന്നാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, ഇതെല്ലാം അള്ളാഹുവിനറിയുന്ന കാര്യമാണ്. നമുക്കൊന്നും അറിയില്ല. മരണം എപ്പോഴാണെങ്കിലും വരും. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് ആരോടും പിണക്കമില്ലാതെ, വഴക്കില്ലാതെ, എല്ലാവരോടും പൊരുത്തം ചോദിച്ച്, കടങ്ങളില്ലാതെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ 14ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്നലത്തോടുകൂടി, ഇന്നലെ മഗ്‌രിബിന് തൊട്ട് മുമ്പ്, അതായത് അസറോടുകൂടി തന്നെ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ അവസാനിച്ചു. തക്ബീറൊക്കെ ഇന്നലെ അസർ നമസ്കാരത്തോടുകൂടി അവസാനിച്ചു. നമ്മൾ കഴിഞ്ഞ അറഫ ദിവസം അല്ലേ, കഴിഞ്ഞ അറഫ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുധനാഴ്ച സുബഹി മുതൽ, കഴിഞ്ഞ ബുധനാഴ്ച സുബഹി മുതൽ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ തക്ബീർ ഇങ്ങനെ ഓരോ നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം വീതം പറയൽ പ്രത്യേകം നല്ലതായിരുന്നു. ഒരുപാട് ആളുകൾ അതൊക്കെ സ്ഥിരമായി, ഉമ്മമാരൊക്കെ വീട്ടിൽ നമസ്കാരത്തിന് ശേഷം തക്ബീർ പറഞ്ഞവരാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. നമ്മൾ ഉദ്ഹിയ്യത്ത് അറുത്തു അല്ലെ, ഉദ്ഹിയ്യത്തിന്റെ ഇറച്ചിയൊക്കെ ഇപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിലുണ്ട് അല്ലെ. ചില വീടുകളിലൊക്കെ 35 കിലോ കിട്ടിയ ആളുകളുണ്ട്. അതുപോലെ 25 കിലോ, 15 കിലോ, 10 കിലോ ഒക്കെയായി പല ആളുകൾക്കും പല മഹല്ലുകളിലൊക്കെ വ്യത്യാസം അനുസരിച്ച് ഒരുപാട് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. അപ്പോൾ ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഉസ്താദെ അത് എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഈ ഉദ്ഹിയ്യത്തിന്റെ ഇറച്ചി ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്തെ ആൾക്കാർക്ക് കൊടുക്കാമോ, ഇപ്പുറത്തെ വീട്ടിൽ കൊടുക്കാമോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഉദ്ഹിയ്യത്തിന്റെ ഇറച്ചിയുമായി ബന്ധപ്പെട്ട് നാളെ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാവരും കൃത്യമായി കേട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്ന് നമ്മുടെ പെരുന്നാളൊക്കെ അവസാനിച്ച് ഇന്നിപ്പോൾ ദുൽഹിജ്ജ 14ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ജൂൺ 1 അല്ലേ, ജൂൺ 1 ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നിപ്പോൾ ഒരുപാട് സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന, അതായത് പ്രവേശനോത്സവം നടക്കുന്ന ദിവസമാണ് ഇന്ന് പല സ്കൂളുകളിലും. ഇനി വരുന്ന ദിവസങ്ങളിലാണ് പല സ്കൂളുകളും ഒക്കെ തുറക്കുന്നത്. അടുത്ത 8-ാം തീയതി, അടുത്ത തിങ്കളാഴ്ച തുറക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ, അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾ, നമുക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ പുതിയ 10ാം ക്ലാസ്സിലേക്ക് വന്നവരുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1 പോകുന്നവരുണ്ട്. പ്ലസ് 2 കഴിഞ്ഞിട്ട് ഇനി ഡിഗ്രിക്ക് പോകാനുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് ഇനി PGക്ക് പോകാനുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് എഴുതാൻ നിൽക്കുന്നവർ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മുടെ മക്കളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ നല്ല പഠനം കൊടുക്കട്ടെ, നല്ല ഓർമ്മശക്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ
റബ്ബൽ ആലമീൻ. പല രക്ഷിതാക്കളൊക്കെ ചോദിച്ചു, നേരിട്ട് കണ്ട് ചോദിച്ചവരുണ്ട്, ഫോണിൽ വിളിച്ച് ചോദിച്ചവരുണ്ട്, നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ കമന്റായി ചോദിച്ചവരുണ്ട്. ഉസ്താദ്, നമ്മുടെ മക്കൾ അവർക്ക് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും ഇനി വരുന്ന പരീക്ഷകളിലേക്ക് ഫുൾ A+, ഇപ്പോൾ +2ന്റെ റിസൾട്ടൊക്കെ വന്നല്ലോ, ഫുൾ A+ കിട്ടിയ ഒരുപാട് മിടുക്കന്മാരും ഒക്കെ ഉണ്ട് അൽഹംദുലില്ലാ. അതൊക്കെ എന്താണ് അവരുടെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഫലമാണ്. അപ്പോൾ നമ്മുടെ മക്കളും ഇൻഷാ അല്ലാഹ് വരുന്ന പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നേടിയെടുക്കണം. അതിനൊക്കെ എന്താണ് ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഹാജിമാരൊക്കെ അൽഹംദുലില്ലാ ശനിയാഴ്ച അവരുടെ ജംറയിലെ കല്ലേറൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഞായറാഴ്ച, ഇന്നലെ അവർ എന്താണ് തവാഫും സഅയും ഒക്കെ കഴിഞ്ഞ് അവര് ഹജ്ജിൽ നിന്നൊക്കെ വിരാമം കുറിച്ച് അവരൊക്കെ ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ വിശ്രമിച്ചിട്ട് പല ഹാജിമാരും പിന്നെ എന്ത് ചെയ്യും, ഒന്നുകൂടി ഉംറയൊക്കെ ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങും. ചില ഹാജിമാർ എന്ത് ചെയ്യും, അവർ ഭൂരിഭാഗം ആളുകളും ഇനി മദീനയിലേക്ക് പോവുകയാണ്. അതായത് നേരിട്ട് മക്കയിലേക്ക് പോയ ആളുകൾ അവർ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മദീനയിലേക്ക് പോയി മദീന സിയാറത്തെല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വരിക. അപ്പോൾ ഹാജിമാരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയമാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ്. ഇന്നു മുതൽ മദ്രസകളൊക്കെ തുറന്നു പ്രവർത്തിക്കുകയാണ്. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാഹ്. ഒരുപാട് പ്രതീക്ഷകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഞങ്ങളുടെ മക്കളെ പറ്റി, ഞങ്ങളുടെ വീടിനെ പറ്റി, ഞങ്ങളുടെ കച്ചവടത്തെ പറ്റി, അതുപോലെ ഞങ്ങളുടെ ഭാവി ജീവിതത്തെ പറ്റി എല്ലാം നിന്റെ കയ്യിലാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് എന്തൊക്കെ ആപത്ത് വരാനുണ്ടോ, മുസീബത്ത് വരാനുണ്ടോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇനി വരുന്ന ദിവസങ്ങൾ എന്തെങ്കിലും രോഗമാകുമോ, അപകടം പറ്റുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. റഹ്മാനായ റബ്ബെ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആപത്ത് മുസീബത്തുകളും നീ തട്ടിമാറ്റണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും സലാമത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ അവർ പഠിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈ മക്കൾക്ക് ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് അവരുടെ പഠനത്തിന് നല്ല മികവുണ്ടാവാനും ഓർമ്മശക്തി ഉണ്ടാവാനും ബുദ്ധിശക്തി ഉണ്ടാവാനൊക്കെയുള്ള ചില ഏതാനും ടിപ്സുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താൽ നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും, ബുദ്ധിശക്തി ഉണ്ടാകും, ഗ്രാഹ്യ ശക്തി ഉണ്ട്. ചില മക്കളുണ്ട്, അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അത് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ തലയിൽ കയറൂല. അത് ഓരോരുത്തരും പ്രകൃതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധയോടെ ആ മക്കളെ പ്രത്യേകം മനസ്സിലാക്കി അധ്യാപകരും വീട്ടുകാരും രക്ഷിതാക്കളൊക്കെ പ്രത്യേകം അവരെ കരുതി മനസ്സിലാക്കി അവർക്ക് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഒരേ ബുദ്ധി ആയിക്കൊള്ളണമെന്നില്ല, അല്ലെ? എല്ലാവർക്കും ഒരേ ബുദ്ധിയോ ഒരേപോലത്തെ ആലോചന ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹു എല്ലാവരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ സഹോദരന്മാരായ പലരും ഒക്കെ ഒരാൾ നല്ല പഠനം പഠിക്കുമെങ്കിൽ ഒരാൾ ചിലപ്പോൾ എന്തായിരിക്കും, അത്ര പഠനമില്ലാത്ത ആളായിരിക്കും, ചിലർക്ക് തീരെ പഠനമില്ലാത്ത ആളുകളായിരിക്കും. എല്ലാവർക്കും വ്യത്യസ്തമായ തരത്തിലാണ് അള്ളാഹു താല ബുദ്ധിശക്തി കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തുമാവട്ടെ, നമ്മുടെ മക്കൾക്കുള്ള ബുദ്ധിശക്തി അതിൽ വളർമ്മയുണ്ടാവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മാതൃവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബിമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദുആയാണ്. നബി തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, സ്വഹാബിമാർ അവരുടെ മക്കൾക്കൊക്കെ പകർന്നു കൊടുത്ത ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? നല്ല ഓർമ്മശക്തി ഉണ്ടാവാനും ബുദ്ധി കൂടാനും നല്ല പഠനം കിട്ടാനും ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും മഗ്രിബിന് ശേഷമാണല്ലോ നമ്മുടെ മക്കളൊക്കെ പഠിക്കാനിരിക്കുന്നത്, അല്ലെ? മഗ്രിബ് ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നു, പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ട്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഒന്ന് ഓടിച്ചാടി കളിച്ചിട്ടൊക്കെ മഗ്രിബ് ആകുന്ന സമയത്ത് മേലൊക്കെ കഴുകിയിട്ട് അവർ നിസ്കരിക്കാൻ പറ്റുന്നവർ നിസ്കരിച്ച് ബാക്കിയുള്ളവരൊക്കെ പഠിക്കാൻ ഹോംവർക്ക് ഒക്കെ എഴുതാൻ പോകുന്നത് ഈ മഗ്രിബിന് ശേഷമുള്ള ടൈമായിരിക്കും, അല്ലെങ്കിൽ ഇശാഇന് ശേഷമുള്ള ടൈമായിരിക്കും. ആ സമയത്ത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, ചെറിയ മക്കൾ തൊട്ട് വലിയ മക്കളെയും എല്ലാവരെയും, വലിയ മക്കൾക്ക് ഇത് പറയാൻ പറ്റിയാൽ അവർ പറയണമെന്നാണ്, അവർ പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ ഉമ്മമാരായിരിക്കുമല്ലോ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കുക, ഈ പഠനത്തിനൊക്കെ വേണ്ടി ഹോംവർക്ക് എഴുതാനൊക്കെ സഹായിക്കുന്നത് ഉമ്മമാരായിരിക്കും. അപ്പൊ എൻ്റെ ഉമ്മച്ചിമാരെന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കൾക്ക് നല്ല പഠനം കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം അത് മഴവെള്ളമായാൽ ഏറ്റവും നല്ലതാണ്. മഹാന്മാർ പറയുന്നു, മഴവെള്ളമായാൽ അത് ഏറ്റവും നല്ലതാണ്. മഴവെള്ളത്തിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നമ്മൾ ഈ മഴവെള്ളത്തിന്റെ അത്ഭുതങ്ങൾ മാത്രം പറഞ്ഞൊരു വീഡിയോ മുമ്പ് ഇറക്കിയിരുന്നു. മഴവെള്ളം അതിന് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ആ ഒരു വല്ലാത്തൊരു അത്ഭുതം അതിന് ഒരുപാടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ മഴ സീസൺ ആണല്ലോ, അപ്പോൾ മഴവെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നല്ല മഴവെള്ളം കിട്ടിയാൽ അത് സൂക്ഷിച്ച് വെച്ച് അതൊരു കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലാക്കിയോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ഇനി മഴവെള്ളം കിട്ടുന്നില്ല എങ്കിൽ കിണർ വെള്ളമോ അല്ലെങ്കിൽ വേണ്ട, നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ആയതും മതി. ആ വെള്ളം എടുത്തിട്ട് സുബ്ഹാനക ലാ ഇൽമ ലനാ
ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. ഈ ദുആ ഒന്ന് പറഞ്ഞേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. ഈ ദുആ എന്താ അതിന്റെ അർത്ഥം? സുബ്ഹാനക, അല്ലാഹുവേ പടച്ചവനെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്കൊരു ഇൽമുമില്ല, ഞങ്ങൾക്കൊരു അറിവുമില്ല, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കഴിവുമില്ല. ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹു നീ പഠിപ്പിച്ച ഇൽമല്ലാതെ, നീ പഠിപ്പിച്ചു തന്ന അറിവല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു അറിവുമില്ല. ഇന്നക അന്തൽ അലീമുൽ ഹകീം, അല്ലാഹുവേ നീ അറിവുള്ളവനാണ്, നീ തത്വജ്ഞാനമുള്ളവനാണ്. ഇതാണ് ഏകദേശം അതിന്റെ അർത്ഥം. അപ്പൊ ഈ ദുആ ഒന്ന് പറഞ്ഞേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. ഈ ദുആ ഒരു 7 പ്രാവശ്യം ചുരുങ്ങിയത്, ഇനി 11 പറയാൻ പറ്റില്ല, ഏറ്റവും നല്ലത് 33 ഏറ്റവും നല്ലത്. 7 പ്രാവശ്യം ചുരുങ്ങിയത് ഇത് പറയുക, ഉമ്മച്ചിമാര് പറയുക. ഇനി വലിയ മക്കൾ 10ാം ക്ലാസ്സിൽ, +1, 8ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഈ ദുആയൊക്കെ മനഃപ്പാഠമാക്കാൻ പറ്റുന്നവരാവാം. ഇല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ട്, നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ബെഞ്ചൊക്കെ ഉണ്ടാവല്ലോ, അതിന്റെ അവിടെ ഒന്ന് എഴുതി വെക്കുക, ഒന്ന് എഴുതി ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് പറയുക, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം. ഇത് 7 പ്രാവശ്യം പറഞ്ഞ് ആ വെള്ളത്തിലേക്ക്, ആ കുപ്പി വെള്ളത്തിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അത് 7 വട്ടം. പിന്നെയോ അടുത്തത് വിശുദ്ധമായ ഖുർആൻ. ആ വിശുദ്ധമായ ഖുർആനിൽ അതിശ്രേഷ്ഠമായ ഒരു സൂറത്തുണ്ട്, സൂറത്തു ശറഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഈ സൂറത്തും ഇതും നമ്മൾ 7 വട്ടം ഓതണേ. ഇതും ഒരു 7 വട്ടം പാരായണം ചെയ്യണേ. 7 വട്ടം സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം എന്ന ദുആ. അതോടൊപ്പം തന്നെ ഈ ഒരു സൂറത്ത് അലം നശ്റഹ് ലക സ്വദ്റക എന്ന് പറയുന്ന സൂറത്ത്, അതും ഒരു 7 പ്രാവശ്യം ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കണേ. ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കണേ. മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഉമ്മമാരെ ഒന്നെങ്കിൽ മഗ്രിബിന് ശേഷം ഇത് ചെയ്യുക, അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പറഞ്ഞ ദുആയും ഈ പറഞ്ഞ സൂറത്തും 7 പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് അത് കുടിക്കാൻ കൊടുക്കുക. കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതാണ്, മറവി മാറുന്നതാണ്, ശ്രദ്ധ കൂടുന്നതാണ്, പഠന പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇത് മക്കൾ മദ്രസയിൽ പഠിക്കുന്ന മക്കളാവട്ടെ, സ്കൂളിൽ പഠിക്കുന്ന മക്കളാവട്ടെ, ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക. ഒരുപാട് പ്രതിഫലമാണ്. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പവിത്രമായ ഒരു ഇസ്മുണ്ട്. ഏതാണ് ആ ഇസ്മ്? യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഈ ഒരു ഇസ്മും ഇതും ഒരു 7 വട്ടം പറയുക. ഔന്നത്യമുള്ളവനെ, ആദരവ് ഉടയവനായ അള്ളാഹുവേ, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് മഗ്രിബിന് ശേഷമായാൽ ഒന്നുകൂടി നല്ലത്, സുബഹിക്ക് ശേഷമാണെങ്കിലും കുഴപ്പമില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എടുക്കുന്ന വെള്ളം മഴവെള്ളമായാൽ ഒന്നുകൂടി നല്ലതാണ്. എന്നിട്ട് അതിലേക്ക് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അന്തൽ അലീമുൽ ഹകീം എന്ന ദുആ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അലം നശ്റഹ് ലക സ്വദ്റക എന്ന് പറയുന്ന സൂറത്ത് 7 പ്രാവശ്യം. അതുപോലെ തന്നെ ഒരു ഇസ്മ, അതേതാണ്? യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മ, അതും 7 പ്രാവശ്യം. ഈ 3 കാര്യങ്ങളും 7 പ്രാവശ്യം വീതം ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇത് മക്കളുടെ പഠന പുരോഗതിക്ക് വേണ്ടി മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാപ്പമാരെ, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കൃഷി, അതിലൊക്കെ ഖൈറുണ്ടാവാൻ ഈ അവസാനം പറഞ്ഞ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മ നല്ലതാണ്. ഉമ്മമാരെ, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠന പുരോഗതി ഉണ്ടാവാൻ വേണ്ടി മാത്രം മന്ത്രിക്കേണ്ട കാര്യമല്ല, മറിച്ച് നമുക്ക് ഒരുപാട് നമ്മുടെ കുടുംബത്തിൽ കടങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അതൊക്കെ മാറാൻ ഈ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി നല്ല രൂപത്തിൽ അമൽ ചെയ്യുക. ഇത് എത്ര പ്രാവശ്യം? ഇത് 7 പ്രാവശ്യമാണ്.
ഓതേണ്ടത് 3-7 പ്രാവശ്യം വീതം ഓതുക. ആ ദുആ, പിന്നെ ആ ഒരു സൂറത്ത്, പിന്നെ ആ ഒരു അള്ളാഹുവിന്റെ ഇസ്മും 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇക്കാര്യം ചെയ്തു നോക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാവട്ടെ. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകട്ടെ. കമന്റിലൂടെയൊക്കെ ദുആരക്കാൻ പറഞ്ഞ എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഇറച്ചിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഉളഹിയ്യത്തിന്റെ ഇറച്ചിയൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചു അല്ലേ, ഒരുപാട് ഇറച്ചി നമ്മൾ കഴിച്ചു. ഇനിയും കഴിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പലരൊക്കെ അത് അച്ചാറിടാൻ വേണ്ടി ഉണക്കി സൂക്ഷിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറച്ചിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം. നാളത്തെ ക്ലാസ്സും എല്ലാവരും കേൾക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.